മദ്യം വാങ്ങാനെത്തിയപ്പോൾ ബെവറേജസ് അടച്ചതിനെ തുടർന്ന് വാതിൽ ഇടിച്ചു തകർത്ത് ജീവനക്കാരെ പരിക്കേൽപ്പിച്ചു. പാറശാല ബെവറേജസ് ഔട്ട്ലെറ്റിലാണ് അതിക്രമം. ഓഫീസ് അറ്റൻഡന്റ് പ്രദീപിന്റെ മുഖത്ത് വാഹനത്തിന്റെ താക്കോൽ കൊണ്ട് ഇടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു. രാത്രി 9 മണിക്ക് ബെവറേജസ് അടച്ച ശേഷം മദ്യം വാങ്ങാനെത്തിയ യുവാവാണ് ആക്രമണം നടത്തിയത്. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ടോ? ഇയാൾ ഒറ്റയ്ക്കാണോ ആക്രമണം നടത്തിയത്? ഇതിന്റെ പ്രകോപനം എന്താണ്? പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പാറശാല ബിവറേജസ് ഔട്ട്ലെറ്റ്, അതായത് പാറശാല ജംഗ്ഷന് സമീപത്ത് 1001 നമ്പർ ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. പറയുന്നത് മനസ്സിലാക്കുന്നതനുസരിച്ച് നമുക്കറിയുന്നത് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി, സാധാരണ 9 മണിയോട് ബിവറേജസ് ഔട്ട്ലെറ്റ് അടയ്ക്കുന്നു. 9:10 ഈ പറയുന്ന ഒരു വ്യക്തി വന്ന് മദ്യം ആവശ്യപ്പെടുന്നു. സമയം കഴിഞ്ഞു എന്ന് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരനായ പ്രദീപ് പറഞ്ഞതിനെ തുടർന്ന് പ്രകോപിതനാവുകയായിരുന്നു. തുടർന്ന് അവിടെയുള്ള കണ്ണാടി ചില്ലുകൾ അടിച്ചു തകർക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ചായിരുന്നു അടിച്ചു തകർത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഇത് തടയാനെത്തുകയായിരുന്നു. ഇത് ശബ്ദം കേട്ട വീണ്ടും പ്രദീപ് മുന്നോട്ട് വരുമ്പോൾ പ്രദീപിന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. മുഖത്ത് കാര്യമായ പരിക്ക് പറ്റി. തുടർന്ന് ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ എല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചു. കൂടുതൽ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹം ഇപ്പോഴും ചികിത്സ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം സ്ഥിരം പ്രശ്നക്കാരനാണോ? ഈ മദ്യലഹരിയിലാണോ ഈ ആക്രമണം നടത്തിയത്? അരുൺ, അതെ, ഇദ്ദേഹത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. കാരണം CCTV ഒക്കെ പരിശോധിച്ചപ്പോൾ ഇയാളുടെ വ്യക്തതയുള്ള ചിത്രങ്ങൾ ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പോലീസ് സമീപത്തുള്ള കടകൾ കേന്ദ്രീകരിച്ചുള്ള CCTV ആണ് ഇപ്പോൾ അന്വേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ചോദിച്ചതുപോലെ ഇദ്ദേഹം മദ്യത്തിന് അടിമയായിരുന്നു എന്നുള്ളത് വ്യക്തതയല്ല. പക്ഷെ എന്തായാലും മദ്യം വാങ്ങാനെത്തിയതായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ട് കൊടുത്തില്ല. അതുകൊണ്ടുള്ള പ്രകോപനത്തെ തുടർന്നാണ് ഇദ്ദേഹം ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. അപ്പം സ്ഥിരം മദ്യപാനിയായ ഒരാളാണ് പക്ഷെ എന്ന് തന്നെയാണ് ഇവിടെയുള്ള ജീവനക്കാരും പറയുന്നത്. പക്ഷെ ഇയാളെ കുറിച്ച് മുൻപരിചയങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും ജീവനക്കാർ പറയുന്നു. വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. മദ്യം വാങ്ങാനെത്തിയപ്പോൾ ബെവറേജസ് അടച്ചതിൻ്റെ പ്രകോപനത്തിലാണ് യുവാവ് ബെവറേജസ് ഔട്ട്ലെറ്റ് അടിച്ചു തകർത്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.